നമ്മൾ സഫാരി പാർക്കിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ സൈനാസ് ഡെയിലി ഡിലൈറ്റ്സ്. അപ്പം ഞാൻ ഇന്നുള്ളത് നമ്മുടെ ദുബായ് സഫാരി പാർക്കിലാണ്. അപ്പോൾ ദുബായ് സഫാരി പാർക്കിൽ കുട്ടികൾക്കും ഫാമിലിക്കും പറ്റിയൊരു നല്ലൊരു ഏരിയയും കൂടിയാണ്. ഇവിടെ പറഞ്ഞാൽ 3000-ലധികം ആനിമൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഇവിടെ ടിക്കറ്റിന് ഒരാൾക്ക് വരുന്ന ചാർജ് പറഞ്ഞാൽ 50 ദിറംസ് ആണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലൊന്ന് പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്കൊന്ന് കയറാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ദുബായ് സഫാരി പാർക്കിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നേരെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയി നോക്കാം. നമ്മളെ ജോയക്കോട്ടി ഇവിടെ ഫോട്ടോസിന് പോസ് ചെയ്യാൻ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോയോണ്ടിരിക്കുന്ന കിഡ്സ് ഫാമിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. കുട്ടികളുടെ ഒരു പ്ലേ ഏരിയ തന്നെ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ചെറിയ ചെറിയ ആനിമൽസൊക്കെ ആയിട്ടുണ്ട് കുട്ടികൾക്ക് കാണാൻ പറ്റിയ. ഫസ്റ്റ് തന്നെ നമ്മൾ കാണാൻ പോണത് ഇതേ ആമനാണ്. ഇതേ വലിയ വലിയ ആമ. ഓ ദേ ഒരാമ വരുന്ന നോക്കിയേ. ഓ നോ സോയൻ്റെ എക്സ്പ്രഷൻ നോക്കട്ടോ. ദേ ഒരാമൊക്കെ എടുത്തുന്ന് കുയ്യോ താലായിട്ട് കാട്ടണേ. അടുത്ത് നമ്മൾ കാണുന്നത് മുയലിനെയാണ് കേട്ടോ. താറാവ് ദേ നോക്കിയേ കൈതാ. Look at me. Mama അയ്യടാ നല്ല രസമുണ്ട് കേട്ടോ. ജോയ ഒന്ന് പേടിച്ചു, അവളെ തലയിലൊന്നും പോയിരുന്നേനെ. അടുത്ത നമ്മൾ കണ്ടുപിടിക്കുന്നത് ഓസ്ട്രിച്ചാണ്. പിന്നെ അതിൻ്റെ നേരെ എടുത്ത് എന്താ നമ്മളെ നാട്ടിലെ നാടൻ പശു. ഇതേ ചെറിയ കുട്ടി കുതിരകൾ, കുട്ടനാടുണ്ട്, എല്ലാം ഉണ്ട്. കൈതാ. ഇപ്പോൾ നമ്മളുള്ളതാണ് നമ്മുടെ ആഫ്രിക്കൻ വില്ലേജ്. അപ്പോൾ ആഫ്രിക്കൻ വില്ലേജിലെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് എൻട്രി ആയിട്ടാണ്. ആഫ്രിക്കൻ വില്ലേജിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം ആനിമൽസ് ഉണ്ടെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മളെ സീബ്ര വരെയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഞാൻ കാണിച്ചു തരാം. സീബ്ര നമുക്ക് അതിൻ്റെ അടുത്തൊന്ന് പോകാൻ പറ്റുമോ എന്നുള്ളത് ഉള്ളിൽ പോയിട്ട് നോക്കാം. ഇത് ഫ്ലവർ അല്ല കേട്ടോ, ഫ്ലമിംഗ് വുഡാണ്. എനിക്ക് അറിയണം. നല്ല വെയിലുണ്ട് കേട്ടോ. ഇതിൽ ചൂടറിയുന്നു. പക്ഷെ നല്ല ഇവിടെ ചില ഏരിയകളിലൊക്കെ ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ വരികയാണെങ്കിൽ നമ്മൾ സീസൺ ടൈമിൽ വരിക, അതാണ് ഏറ്റവും നല്ലത്. ഒലി ബബൂൾ. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒലി ബബൂളിനെയാണ്, അതായത് മങ്കി. നമ്മൾ മങ്കി പറയും. ഈ മങ്കിൻ്റെ പേരാണ് ഒലി ബബൂൾ. ഇവിടെ ഇങ്ങനെ വെള്ളം വെച്ച് എന്തിനാ വെച്ചാൽ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തത് ആഫ്രിക്കൻ ലയൺ ഗുഹല്ലേ, അതിൻ്റെ താഴെ ഇതാ കിടന്നുറങ്ങാണ് സ്പോട്ടഡ് ഹൈന. അടുത്തത് കാനൻ ഫാന. അടുത്തത് ആഫ്രിക്കൻ എലിഫൻ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുന്നുണ്ട് നിങ്ങൾ? 1 2 3, ആ സൈഡിൽ 4 സെർവൽ. അടുത്ത് നമ്മൾ കാണാൻ പോകും. ഇവിടെ എവിടെയാണ് അവസാനം ഉണ്ടാവില്ല. ഓ കൂട്ടിലാണ്. അടുത്ത് നമ്മൾ ബേർഡിൻ്റെ ഒരു ലോകത്തേക്കാണ് പോവാം. ഇതിങ്ങനെ ചുറ്റി കാണാം. നോക്കിയാ ഗോറില്ല ഓടണം. ഹിപ്പോപ്പൊട്ടാമസ്. അതുപോലെ മങ്കി ഉണ്ട് അവിടെ. മാനാണ് ഈ കാണുന്നത് കേട്ടോ. എട്ടുകാലിയൊക്കെ. എട്ടുകാലി പാമ്പ് ചുരുൻ്റെ കൂടി കിടക്കുന്നത് പാമ്പാണ്. ചെറിയ കുട്ടിപ്പാമ്പ്. ഇപ്പത്തെ മണലാരണ്യത്തിൽ കാണുന്ന ഒരു അരയനാണ്. അടുത്ത വേറൊരു പാമ്പ്. തലൻ്റെ ആ ഭാഗം നോക്കട്ടോ, ഒന്ന് വിടർന്ന മാതിരി ഒരു ചപ്പിയേണ്ട ഒന്നും നില, പക്ഷെ നടു നല്ല
തിക്കായിട്ട് ഒരു പാമ്പ് ഇറങ്ങി പോണു. മീമി മീമി ഫിഷ് ആമ. ജോയൻ്റെ എക്സ്പ്രഷൻ നോക്കിയ മുതല വായ നീട്ടിക്കൊണ്ട്. നമ്മുടെ നാട്ടിൽ പച്ചടിപ്പാമ്പ് പറയും, അതേ പാമ്പ് കിട്ടും. നോക്കിയേ ചുരുണ്ട് ഓടിയെടുക്കുന്നത്. മിൽക്ക് സ്നേക്ക്, അതായത് കളറായിട്ട് ബ്ലാക്ക് ഒരു യെല്ലോ ഓറഞ്ചൊക്കെ ആയിട്ട് വരുന്ന ഒരു പാമ്പാണ് കേട്ടോ ഈ കാണുന്നത്. അത് എക്സ്പ്ലോർ വില്ലേജ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. വലിയ ഹിപ്പോപ്പൊട്ടാമസ്. എന്തോ ഇതിന് പല്ല് നോക്കി ഉറങ്ങാണോ? ഉറങ്ങാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഒരുത്തിൻ്റെ അഭിനയമൊക്കെയാണ്. ആ സീവാക്സ് ഓക്കെ ഓക്കെ. പിക്ചറിൽ ഡയറക്റ്റ് കണ്ടപ്പോൾ ഓൾക്ക് വേണ്ട. രണ്ട് ജിറാഫൊക്കെ കണ്ണുകൾ. അടുത്ത നമ്മൾ പോയിട്ടിരിക്കുന്നത് ഏഷ്യൻ വില്ലേജിലേക്കാണ്. അപ്പോൾ അവിടെയുള്ള കാഴ്ചകൾ എന്തെന്ന് കാണാം. ഏഷ്യൻ വില്ലേജ്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ആനിമൽ ഷോ ആണ്. അപ്പോൾ കാണാം. സ്റ്റേജിലേക്കാണ്. ഇവിടെ വെച്ചാണ് നമ്മൾ ആനിമൽ ഷോ നടക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്താം. The range of Indian crescent porcupines covers a huge area. I thought I said one animal, right? Hi everyone, this is Megan, our Indian small cloud hunter. And just like I show you guys. We can see that mark their territory. They will release that scent on trees or even on branches. There you go. But everyone is our great boy, Hurricane! Statistic has less concern, but even that, this is Arabian Desert Safari. Scimitar horned oryx are called scimitar because of their horns. It looks like a sword named Arabian. Half white, half grey. His grey color is fading away because the summer is able to release them back in the wild. As you can see over here, we have a lot of baby addax as well. Hi, Mani. This ghazal over here is called Arabian ghazal. They are only found in Arabian Peninsula. They are the most beautiful ghazal out of all the ghazals. They got Arabian oryx. Arabian oryx are also called al-maha in Arabic. Take a look at all three of them. Can anyone tell me which one's looking more beautiful, more attractive? The black one, right? When they're giving birth, there's a 90% chance it's going to be a twin. They give birth 2 times in 1 year. Let's say 4 children. ദുബായ് സഫാരി പാർക്കിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ നെക്സ്റ്റ് വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. അതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്നെ നെക്സ്റ്റ് വീഡിയോ കാണാൻ വേണ്ടി ഫോളോ അപ്പ് ഒന്ന് ചെയ്ത് വെക്കണേ. താങ്ക്